അല്ല, ഞങ്ങൾ ചോദിക്കട്ടെ, ഈ അമ്പലങ്ങള്, ക്ഷേത്രങ്ങള് സംഘപരിവാറിന്റെ കുടുംബസ്വത്താണോ? പറഞ്ഞു വരുന്നത് RSS നേതാവ് പറഞ്ഞതിലെ ഒരു വാചകം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ട് പറയുകയാണ്, വേടനെ അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ പരിപാടിക്ക് ക്ഷണിക്കരുത്. കടക്കൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം കടക്കൽ ക്ഷേത്രത്തിലെ വിവാദം കൊല്ലം ജില്ലയിൽ അറിയാമല്ലോ. അവിടെ വിപ്ലവഗാനം പാടി എന്നതുകൊണ്ട് ആ ഗാനമേളയെ പറ്റി വലിയ ചർച്ചയായി. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടാമത്തെയാണ്. അതായത് വേടനെ ക്ഷേത്ര അല്ലെ അമ്പലങ്ങളുടെ ഉത്സവങ്ങളുടെ ഗാനമേളയ്ക്ക് വേടനെ ക്ഷണിക്കരുത് എന്ന് പറയാൻ ഇവരാരാണ്? സംഘപരിവാറിന്റെ കുടുംബസ്വത്താണോ കേരളത്തിലെ ക്ഷേത്രങ്ങൾ? ഇത് എന്തൊരു അജണ്ടയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് വേടൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, കിരൺദാസ് മുരളി മറുപടി പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്ര ഉത്സവങ്ങളിലും എന്നെ വിളിക്കും, ഞാൻ പങ്കെടുക്കും. അവിടെ ഉത്സവത്തിന് പരിപാടികൾ നടക്കും, കലാപരിപാടികൾ നടക്കും, ഗാനമേള നടക്കും. അവിടെ വേടൻ വന്നിരുന്ന് പാടിയെന്നിരിക്കും, വേടൻ വന്ന് പാടും. ഇതൊക്കെ സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് സംഘപരിവാരങ്ങൾക്ക്. ഇത് ഒരു വിഷയമാക്കി കൊണ്ടുവരികയാണ്. വേടനെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് വീഡിയോയിൽ പറഞ്ഞു, വേടൻ ഒരു വ്യക്തിയല്ല, വേടൻ ഒരു നിലപാടാണ്. വേടന് ഒരു നിലപാട് തറയുണ്ട്. ആ നിലപാട് തറയിൽ നിന്നിട്ടാണ് വേടൻ പാടുന്നത്, കവിതകൾ ചൊല്ലുന്നത്. ആ വേടനെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? വിഷയം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ LDF സർക്കാർ 3ാം തവണ അധികാരത്തിൽ വരുന്നതിനകത്ത് വേടന്റെ ഒരു വലിയ ഒരു വികാരം, വേടൻ വികാരം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഇറക്കിയിരിക്കുന്നത്. ഏത് ക്ഷേത്രത്തില്, ഏത് പള്ളിപ്പെരുന്നാളിന്, ഏത് പരിപാടിക്കായിട്ട് മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട, മതങ്ങളുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും ജനങ്ങൾക്ക് ആസ്വദിക്കാനാണ് ഓരോ പരിപാടികൾ വയ്ക്കുന്നത്, ഗാനമേള വയ്ക്കുന്നത്, നാടകം വയ്ക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ഷോകൾ വെക്കുന്നത്. അവിടെ ഇന്നാര് വരാൻ പാടില്ല, ഇന്നാര് വരാൻ പാടില്ല എന്നൊക്കെ നിർബന്ധിക്കാൻ, നിശ്ചയിക്കാൻ ഇവരാരാണ്? സംഘപരിവാർക്കാര്. പോയി വേറെ പണി നോക്കണം. വേടൻ പാടും, ക്ഷേത്രങ്ങളിലും വേടൻ പാടും. അത് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ സവർണ രാഷ്ട്രീയമുണ്ടല്ലോ, സവർണ ഹിന്ദുത്വ അജണ്ട, അതിങ്ങനെ ഒരു വിഷമാലിന്യമാണ്. അതിങ്ങനെ പുറത്തു വരും, അവരവരുടെ വായിൽ നിന്ന് വരും. അതാണിപ്പോൾ സംസാരിക്കുന്ന കേസരിയുടെ മുഖ്യ പത്രാധിപർ ഉൾപ്പെടെയുള്ളവർ പറയുന്ന അതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഈ സവർണ ജാതിബോധം കിടക്കുകയാണ്, നിങ്ങൾക്കത് കളയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരു വേടനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. പിന്നെ എഴുന്നള്ളിക്കാൻ നിങ്ങൾ മിടുക്കരാണ്. ശ്രീനാരായണ ഗുരുവിനെ നിങ്ങൾ എഴുന്നള്ളിക്കും. നാരായണ ഗുരുവിനെ സംഘിയാക്കാൻ ശ്രമം തുടങ്ങിയിട്ട് കുറെ കാലമായി. കേരളത്തിലെ BJP, ഇവിടുത്തെ RSS അതിന് കൂട്ടു നിൽക്കാൻ ചിലരെ കിട്ടിയിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്ന് SNDPയുടെ തലപ്പത്തിരിക്കുന്ന ചിലരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സവർണ ജാതി ചിന്ത നിങ്ങൾ ഒരിക്കലും കളയില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കില്ല, RSSന്റെ പരിപാടികൾ നടക്കില്ല എന്ന് പറയുന്നത്. ഇപ്പൊ വേടനെ പിടിച്ചിരിക്കുക. വേടൻ പാടും, അമ്പലങ്ങളിലും പാടും, പള്ളികളിലും പാടും. സവർണ ജാതി ചിന്തയും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തോട് ജാതി പറഞ്ഞു തന്നെ തൻ്റെ പാട്ടും കവിതകളും കൊണ്ട് ഒരു ജനസമുദ്രത്തെ സ്വാധീനിക്കാൻ വേടന് സാധിക്കുന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയ ബോധം കൊണ്ടാണ്. അത് വേടൻ എന്ന വ്യക്തി ഒരു നിമിത്തം മാത്രമാണ് അതിൻ്റെ അകത്ത്. ഇനിയും വരും, മുമ്പും വന്നവരുണ്ട്, ഇനിയും വരും. അയ്യങ്കാളി വന്നു, നാരായണ ഗുരു വന്നു, പിന്നെ കലാകാരന്മാർ വന്നു, കലാഭവൻ മണി വന്നു, ഇപ്പൊ വേടൻ വന്നു. വേടനെ പൂട്ടിയാലും നാളെ അടുത്തൊരാൾ വരും എന്നുള്ള ചരിത്രബോധം നമുക്ക് ഉണ്ടാവണം. ഈ സവർണ ജാതി ചിന്തയെ വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ വളരാമെന്ന് BJP വിചാരിക്കുന്നുണ്ടോ? അല്ല, BJP നിയന്ത്രിക്കുന്ന RSS വിചാരിക്കുന്നുണ്ടോ? വെറും ദിവാസ്വപ്നം മാത്രമായിരിക്കും.
പിണറായി സർക്കാർ, LDF സർക്കാർ മൂന്നാമതും വരും. നിങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്ന് പഴം ഉണ്ണേണ്ടി വരും. അത്രയേ ഉള്ളൂ.